രഞ്ജി ട്രോഫി ഫൈനലിൽ കേരളം ഒന്നാം ഇന്നിംഗ്സിൽ 342 റൺസിന് പുറത്ത്. വിദർഭ ഉയർത്തിയ 379 റൺസ് പിന്തുടർന്ന കേരളം 342-ന് പുറത്താവുകയായിരുന്നു. ഇതോടെ വിദർഭ 37 റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടി. 98 റൺസ് നേടിയ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് കേരളത്തിന്റെ ടോപ്പ് സ്കോറർ. രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭയ്ക്കെതിരെ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡില്ല. വിദർഭയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ 379-നെതിരെ മൂന്നാം ദിനം കേരളം 342-ന് എല്ലാവരും പുറത്തായി. വിദർഭയ്ക്ക് ഇതോടെ 37 റൺസിന്റെ നിർണായക ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ലഭിച്ചു. ശനിയാഴ്ച വിദർഭ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിന് ഇറങ്ങും. 98 റൺസെടുത്ത ക്യാപ്റ്റൻ സച്ചിൻ ബേബി, 79 റൺസെടുത്ത ആദിത്യ സർവാദി എന്നിവരുടെ ഇന്നിംഗ്സാണ് കേരളത്തെ 342 എന്ന സ്കോറിലെത്തിച്ചത്. 3 വിക്കറ്റ് വീതം നേടിയ ദർശൻ നൽകണ്ടെ, ഹർഷ് ദുബെ, പാർത്ഥിരഗാദി എന്നിവരുടെ പ്രകടനമാണ് കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നിഷേധിച്ചത്. ഇനി മത്സരം സമനിലയിൽ അവസാനിച്ചാൽ പോലും ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ വിദർഭ ചാമ്പ്യന്മാരാകും. കേരളത്തിന് കന്നി രഞ്ജി കിരീടം നേടണമെങ്കിൽ മത്സരം ജയിക്കുക തന്നെ വേണം. 3-ന് 131 എന്ന നിലയിൽ വെള്ളിയാഴ്ച ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിന് സർവാദിയുടെ വിക്കറ്റാണ് ആദ്യം നഷ്ടമാകുന്നത്. ലഞ്ചിന് മുമ്പുള്ള അവസാന പന്തിൽ സൽമാൻ നിസാറും മടങ്ങിയത് കേരളത്തിന് തിരിച്ചടിയായി. തുടർന്നെത്തിയ മുഹമ്മദ് അസുറുദ്ദീനും 34 റൺസ് എടുത്ത് പുറത്തായി. എന്നാൽ സച്ചിൻ ബേബിയുടെ വിക്കറ്റാണ് കേരളത്തിന് വലിയ തിരിച്ചടിയായത്. പാർത്ഥിരഗാദയ്ക്കെതിരെ സിക്സർ അടിക്കാൻ ശ്രമിക്കുമ്പോൾ കരുൺ നായർ എടുത്ത് പുറത്താക്കുകയായിരുന്നു. ജലജിത് സക്സേന, ഏതൻ ആപ്പിൾ ടോം, MD നിതീഷ് എന്നിവർക്കും അധികനേരം പിടിച്ചു നിൽക്കാനായില്ല. ബേസിൽ പുറത്താവാതെ നിന്നു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.